ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 4 പേർക്ക് പരിക്കേറ്റു. ഒരാൾ ബോധരഹിതനായി നിലത്ത് വീണു. അതേസമയം ഓപ്പൺ ബസ്സിൽ RCBയുടെ വിക്ടറി പരേഡിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ലഭിക്കുന്ന വിജയമാണ്. ഒരാവേശവും ആഹ്ലാദവും ഒക്കെ ആരാധകർക്കുണ്ടാവും. പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ അതിര് കടന്നാൽ വലിയ പ്രശ്നമാവുകയും ചെയ്യും. അതൊന്നും തിരക്കും നിയന്ത്രിക്കാൻ അവിടെ അധികാരപ്പെട്ടവരില്ലേ? എന്താണ് നിലവിലൊരു സാഹചര്യം? ഈ പരിക്കേറ്റവരുടെ നില എന്താണ്? നിലവിൽ വലിയ തിക്കും തിരക്കാണ് വിധാൻ സൗദയ്ക്കും ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുൻപിലൊക്കെ ഉണ്ടായത്. ഏതായാലും ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഒരാൾ ബോധരഹിതനായി നിലത്ത് വീഴുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. വലിയ ആവേശത്തിൽ എത്തിയ ആരാധകരാണ്. വലിയ തിക്കും തിരക്കും തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നത്. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ലഭിച്ച ഒരു വിജയമായതുകൊണ്ട് തന്നെ ആ ഒരു ആവേശം ആരാധകർക്കുണ്ട്. ഒഴുകിയെത്തുകയാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് കൂടുതൽ പേരുകൾ. KB ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, ആളുകളുടെ വലിയ തിരക്ക് നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഏത് രീതിയിലാണ്? എന്താണ് നിലവിലെ അവസ്ഥ? ഒരു പുതിയ വാർത്തകൾ വരുന്നുണ്ട്. തിക്കിലും തിരക്കിലും പെട്ട് മരണം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പ്രാദേശിക കന്നഡ മാധ്യമങ്ങൾ അങ്ങനെ ചില വാർത്തകൾ നൽകുന്നുണ്ട്. ഏതായാലും ഇത് കൂടുതൽ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരേണ്ടിയിരിക്കുന്നു. നിലവിൽ ഏതായാലും വലിയ തിക്കും തിരക്കുമാണ് ബംഗളൂരു നഗര പരിധിയിലും അതുപോലെ തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയം, വിധാൻ സൗദ പോലുള്ള മേഖലകളിലൊക്കെ ഉണ്ടായത്. ആ തിക്കിലും തിരക്കിലുമാണ് ഇങ്ങനെ വലിയ അപകടമുണ്ടായത്. ഇടയ്ക്കൊരു മഴയും പെയ്തിരുന്നു. ഇതെല്ലാം പ്രശ്നമായതായാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഈ തിക്കും തിരക്കിലും പെട്ട് 4 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഒരാൾ കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഏതായാലും ആ അപകടത്തിൽപ്പെട്ടവരാണോ ഇത്തരത്തിൽ മരിച്ചത് എന്നുള്ള സംഭവത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും മരണം ഉണ്ടായിരിക്കുന്നു തിക്കിലും തിരക്കിലും എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശ്രീധരൻ, ആരാധകരുടെ ഒരു ഒഴുക്കുണ്ടാകും, വലിയ തിരക്കുണ്ടാകുമെന്നൊക്കെ നേരത്തെ തന്നെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ? തീർച്ചയായിട്ടും വലിയ തോതിൽ ആരാധകരെത്തി. അത്രയും പോലീസും ഇവിടെ ഉണ്ടായിരുന്നു. നിയന്ത്രിക്കാനാവാത്തൊരു ഉണ്ടാകാമെന്നുള്ള അത് മുൻകൂട്ടി അനുമതി നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. പ്രത്യേകിച്ച് ചെറിയ ദൂരത്തിൽ, ചെറിയ ഏരിയയിൽ നമുക്ക് കാണാം. തിക്കിലും തിരക്കിലും പെട്ട് 7 പേർ മരിച്ചുവെന്ന സങ്കടകരമായി ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വരുന്നത്. 7 പേർ മരിച്ചുവെന്ന റിപ്പോർട്ട് വരുന്നു. അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ശ്രീധരൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ്. കന്നഡ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ നിലയിലാണ്. 7 മരണമുണ്ടായി എന്നതാണ്. ആവേശത്തിന് ഒടുവിൽ കപ്പുയർത്തി ടീമിനെ സ്വീകരിക്കാനായി എത്തുന്നതിനിടയിൽ, വിജയാഘോഷത്തിനിടയിലാണ് ബംഗളൂരുവിലെ വലിയ തിക്കിലും തിരക്കിലും പെട്ട് 7 ജീവൻ നഷ്ടമായത് എന്ന വിവരമാണ്. നേരത്തെ ഒരു കുറച്ച് മണിക്കൂർ മുമ്പ് നമ്മൾ കർണാടകത്തിൽ നിന്ന് കേട്ട വാർത്ത, ഇന്നലെ വിജയാഘോഷത്തിനിടയിൽ 2 മരണം സംഭവിച്ചു. ഒന്ന് ഹൃദയാഘാതം മൂലമാണ്, മറ്റൊന്ന് ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഒന്ന് ബെലഗാവിയിൽ ആണ് സംഭവിച്ചത്, മറ്റൊന്ന് സമീപത്ത് മറ്റൊരു പ്രദേശത്താണ്. അങ്ങനെ 2 മരണം സംഭവിച്ചു എന്ന വിവരം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗളൂരു നഗരത്തിൽ RCBയുടെ വിജയാഘോഷത്തിന് വേണ്ടി തയ്യാറായി നിന്ന, വലിയ ആഘോഷത്തിൽ നിന്ന ഇടത്ത് തിക്കിലും തിരക്കിലും പെട്ട് 7 മരണമുണ്ടായി എന്ന വാർത്ത വരുന്നത്. പുതിയ ദൃശ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. KB ശ്രീധരൻ തുടരുന്നത്. ശ്രീധരൻ, വിവരം സ്ഥിരീകരിക്കുന്നുണ്ടോ? 7 പേർ മരിച്ചു എന്ന വിവരം സ്ഥിരീകരിക്കുന്നുണ്ടോ? കന്നഡ മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്തൊക്കെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്? സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ 7 മരണം ഉണ്ടായതായി ചില മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും നേരത്തെ പരിപാടി വിധാൻ സൗദയിലായിരുന്നു. അതിനുശേഷം ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് RCBയുടെ അല്ലെങ്കിൽ അസോസിയേഷന്റെ വേണ്ടി അങ്ങോട്ടേക്ക് എന്നാണ് അറിയിച്ചിരുന്നത്. അത് ഒരു വിക്ടറി റാലി ആയിട്ട് പോകും എന്നൊക്കെ അറിയിപ്പുണ്ടായിരുന്നു. അതിനു മുൻപേ തന്നെ ഏതാണ്ട് ഉച്ച മുതൽ തന്നെ ഈ സ്റ്റേഡിയത്തിന് മുൻവശത്ത് നിരവധി ആരാധകർ കൂട്ടം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ വലിയ തിക്കും തിരക്കും, പ്രത്യേകിച്ച് ഈ താരങ്ങൾ HAL വിമാനത്താവളത്തിൽ ഇറങ്ങിയത് മുതൽ വലിയ തിക്കും തിരക്കും റോഡിന് ഇരുവശത്തും ഉണ്ടായിരുന്നു. വിധാൻ സൗദയിലൊക്കെ അതിന്റെ പാരമ്യത്തിലായിരുന്നു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി നടക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ്. അവിടെയാണ് അതിനു മുൻപിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായത് എന്നുള്ളതാണ്
നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ മരിച്ചവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഏതായാലും 25ഓളം ആളുകൾക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇതിൽ 6 പേർക്ക് നില ഗുരുതരമാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. ഏതായാലും അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ തോതിലുള്ള തിരക്ക് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും 7 മരണം ഉണ്ടായി എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ, അതായത് ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് ഇതുവരെ അത്തരം അറിയിപ്പുകൾ വന്നിട്ടില്ല. പക്ഷേ അവിടെ വലിയൊരു തിക്കും തിരക്കും അപകടം ഉണ്ടായി എന്നുള്ളതാണ് ലഭിക്കുന്ന